ഹലോ അസ്സലാമലൈക്കും. അപ്പോൾ കുറേ പേര്, എല്ലാവരും ഇല്ല, ഒന്ന് രണ്ട് പേരൊക്കെ ചോദിക്കുന്ന കാര്യങ്ങളാണ് സോപ്പ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് മെയിനായിട്ട് എന്തൊക്കെയാണ് ആവശ്യമായിട്ട് വരുന്നത് എന്നുള്ളത്. ഇപ്പോഴും അറിയാത്ത ഒരുപാട് ബിഗിനേഴ്സ് ഉണ്ട്. ഇപ്പോഴും നമുക്ക് സ്ഥിരമായിട്ട് മെസ്സേജ് വരുന്നത് തന്നെയാണ്, സോപ്പ് ഉണ്ടാക്കാൻ എന്തൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് ആവശ്യമായിട്ട് വരുന്നത്, അതിൻ്റെ ഒരു വീഡിയോ ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് ഇങ്ങനെ മെസ്സേജ് വരുന്നുണ്ട്. അപ്പം നമുക്ക് മെയിനായിട്ട് ആവശ്യമായിട്ട് വരുന്നത് ബേസാണ്. ഇതില്ലാണ്ട് നമുക്കൊരു കാര്യം നടക്കൂല. പിന്നെ വരുന്നതാണ് അതിലേക്ക് മണത്തിന് വേണ്ടിയിട്ട് നമുക്ക് സോപ്പ് ഏതൊക്കെ പല കളറും പല സ്മെല്ലും ഉണ്ടല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് അതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കളറല്ല ഫ്രാഗ്രൻസ് ഓയിൽ. അതുപോലെ തന്നെയാണ് അതിലേക്ക് ഏത് കളറുള്ള സോപ്പാണോ നമുക്ക് വേണ്ടത് വെച്ചെങ്കിൽ അതിനനുസരിച്ചിട്ട് അതിന് പറ്റിയിട്ടുള്ള കളറ്. ഇനി കളറൊന്നും ഇല്ലാണ്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ വെച്ചിട്ടുള്ള കെമിക്കലൊന്നും ചേർക്കാണ്ട് നമ്മുടെ വീട്ടിൽ വെച്ചിട്ടുള്ള ഏത് സാധനങ്ങളാണെങ്കിലും, അതായത് അലോവേരയുടെ ജെല്ല്, അതുപോലെ ആര്യവേപ്പിൻ്റെ ഇല വെച്ചിട്ടൊക്കെ സോപ്പ് ഉണ്ടാക്കുന്നവരുണ്ട്, ആ പൊടിയൊക്കെ വെച്ചിട്ട് സോപ്പ് ഉണ്ടാക്കുന്നവരുണ്ട്, അങ്ങനെയുള്ളവർക്കും ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് സോപ്പ് ഉണ്ടാക്കാൻ മെയിനായിട്ട് ആവശ്യമായിട്ട് വരുന്നതാണ് ഈ ഒരു ഐറ്റംസൊക്കെ നമ്മളിവിടെ ഈ കാണിച്ചിട്ടുള്ളത്. പിന്നെ വരുന്നതാണ് മോൾഡിൻ്റെ 6 വരുന്നതും ഉണ്ട്, 4 വരുന്നതും ഉണ്ട്. അപ്പോൾ 6 വരുന്നത് പിയേഴ്സിൻ്റെ മോൾഡാണ്, 4 വരുന്നത് ഈ ഒരു സൈസാണ്. മോൾഡ് ഇല്ലയെന്നുണ്ടെങ്കിലും നമുക്ക് ഗ്ലാസ്സിലാണെങ്കിലും അങ്ങനെ പേപ്പർ ഗ്ലാസ് അങ്ങനെയുള്ള ഗ്ലാസ്സിലൊക്കെ ആണെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ ഈ ഒരു സാധനം ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് സോപ്പ് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ മെയിനായിട്ട് ആവശ്യമായിട്ട് വരുന്നതാണ് ഗ്ലിസറിൻ ബേസ്, കളറ്, ഫ്രാഗ്രൻസ് ഓയിൽ, അതുപോലെ തന്നെ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ. ഇതില്ലാന്നുണ്ടെങ്കിലും നമുക്ക് സോപ്പ് ഉണ്ടാക്കാം. ഇത് ചിലവർ ഒഴിക്കും, ചിലവർ ഒഴിക്കൂല. ഞാനൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇത് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് സോപ്പ് ഉണ്ടാക്കാനായിട്ട് മെയിനായിട്ട് ആവശ്യം വരുന്നത്. അപ്പോൾ ഈ ഒരു സാധനങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ആവശ്യക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, സ്ക്രീനിൽ കാണുന്ന എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.